അതുപോലെ ഇതിൽ ഒരു ഭാഗം ഈ നാടക പ്രവർത്തനവും സാധുവായിട്ട് എന്താണ് ഒരു അത് ഒരു ആലോചിച്ച് നോക്കുമ്പോൾ ചിരിയും വരും. അങ്ങനൊരു സംഭവം. നാടകം വെച്ചാൽ നമ്മുടെ നാട്ടിൽ നാടകത്തിലൊരു വലിയ പാരമ്പര്യം അതുണ്ട് വളരെ. കാരണം നമ്മൾ ഞാനൊക്കെ ജനിച്ച വീട് തന്നെ ക്ഷേത്രത്തിൻ്റെ അവിടെ തന്നെ ടീച്ചർ സാറായിട്ട് വന്നപ്പോൾ KTS നല്ലൊരു ടീം വന്നു. സുധാകരൻ, KTS ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം വന്നു. നാടകം നമ്മളെല്ലാ ഭാഷയിലും നാടകം കളി, കുട്ടികളുടെ നാടകം. അത് കഴിഞ്ഞിട്ട് അധ്യാപനം നേരം വെളുക്കുന്നവരെയാണ്. ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ കുട്ടികളെ പാതിരാത്രിയൊന്നും വിടില്ല. വന്നു കഴിഞ്ഞാൽ വരണവരെല്ലാം നേരം വെളുക്കുമ്പോൾ അപ്പോൾ 5 മണി വരെ പ്രോഗ്രാം പോകണമല്ലോ. ബസ്സും നമുക്ക് വാഹനങ്ങളൊക്കെ നടന്നല്ലി വരണത്, ചുട്ടും കെട്ടിയ കല്ലി വരുന്നത് ആൾക്കാർ. അപ്പോൾ ആൾ വരും. നമ്മൾ ഒരു പൊതുയോഗമെല്ലാം കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികളുടെ പരിപാടി ആരംഭിക്കും. താല്പര്യമുള്ള എല്ലാ നാടകവും എല്ലാം നമ്മൾ അവതരിപ്പിക്കും. കുട്ടികളെല്ലാം അവതരിപ്പിക്കും. ഡാൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ യൂത്ത് ഫെസ്റ്റിലൊക്കെ കളിക്കുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് എടുത്ത് ഒരു 4 മണി വരെ കുട്ടികൾ, വെളുപ്പിന് 4 മണി വരെ കുട്ടികളുടെ പരിപാടി 4 മണിയാകുമ്പോൾ നമ്മൾ പിന്നെ സാറന്മാരുടെ ഒരു നാടകം അത് കളിക്കും. അതൊരു 2 മണിക്കൂറുള്ള നാടകം. 6 മണി 5:30 മണിയൊക്കെ ആകും, 3:30 മണിക്കൊക്കെ ആകുമ്പോൾ കളിക്കും. അത് 1-2 മണിക്കൂറുണ്ട്. ഈ നാടകം കളിച്ച് വരുമ്പോൾ കുറേ പിള്ളേർ ഉറങ്ങി അവിടെ എല്ലാവരും കാണും. എങ്കിലും ഒരു സംഭവമാണ് അത്. അതായത് ആദ്യമൊക്കെ ആണുങ്ങൾ മാത്രം, പിന്നീട് 1-2 ലേഡി ടീച്ചർമാരൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അത് വലിയ പ്രശ്നങ്ങളായിരുന്നെങ്കിലും അതിനും കൂടെയൊക്കെ വന്നു. പിന്നീട് കാലം മാറിയത് മാറി വരുമ്പോൾ ഓരോ വർഷം വരും മാറ്റം. പിന്നെ കുട്ടികളെ കൂടെ നമ്മളിതിനകത്ത് പെൺകുട്ടികളെ കൂടെ ഇതിനകത്ത് നിർത്തിയിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കളിച്ച് വന്നപ്പോൾ കൂട്ടുവലിച്ചാന്ന് പറഞ്ഞൊരു നാടകം വ്യാപകമായിട്ട് കളിച്ചിരുന്നു. നാടകം ആദ്യ അവസാനം അന്നത്തെ കാലത്ത് അതൊരു ഹിറ്റ് കോമഡിയാണ്. കോമഡിയായതുകൊണ്ട് മുഴുവൻ കോമഡിയാണല്ലോ. സുനിയും കളിച്ചിട്ടില്ലേ? അല്ല, നമ്മൾ പിന്നെ അത് അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ട് സ്ക്രിപ്റ്റ് എടുത്തിട്ട് പിന്നെ നവോദയവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം അല്ലേ 2010 ഒക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെല്ലാവരും പറഞ്ഞിരുന്ന രീതിയിൽ നിങ്ങളെല്ലാം നമ്മൾ കളിച്ചു. ഈ നാടകത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ നാടകം മാത്രമല്ല, നാടകം ഓരോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ധാരാളം ഉണ്ടല്ലോ. ഈ കലാപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് വരുന്ന വിദ്യാർത്ഥി രക്ഷിതാക്കൾക്ക് ഇപ്പോൾ ഒരു ആശങ്കയുണ്ട്. ഇതിൻ്റെ പഠിക്കാനുള്ള സമയമാണ് ഇതുപോലെ ചീത്തയാക്കുന്നത്. നാടകം കളിച്ചടക്കുന്നത് പഠിക്കണ്ടേ. ഈ പഠനവും ഈ നാടകവും അല്ലെങ്കിൽ നാടകവും ഈ കലാപ്രവർത്തനവും തമ്മിൽ എന്താണ് ഒരു ബന്ധം? ഒന്നാന്തരം ചോദ്യം. അങ്ങനെയാണ് ചോദ്യം പറയട്ടെ. കറക്റ്റാണ്. കുട്ടികളുടെ പഠനത്തെ വല്ലാതെ സ്വാധീനിക്കും. സ്വാധീനിക്കാച്ചാൽ തിരിച്ചല്ല, പഠനത്തെ മെച്ചപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഒരു നാടകത്തിലൊരു ഒരു 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 ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളിൻ്റെ ഒരു കഥാപാത്രം ഒരു കുട്ടി ചെയ്യുന്നു എന്നിരിക്കട്ടെ. അത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതാണ്. വേറെ പലതും ഉണ്ടെങ്കിൽ നമുക്കത് പറയാം. കൃഷിക്കാരനാവാം, എന്തെങ്കിലും ആവാം. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം കുട്ടി ചെയ്യുമ്പം കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു പരകായ പ്രവേശം നടത്തുന്നുണ്ടല്ലോ. ഈ ഓട്ടോറിക്ഷക്കാരനായിട്ട് മാറും. അറിയാലേ അത് അഭിനയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അഭിനയമാവില്ല. അപ്പോൾ അത് മാറുന്നു. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ അതിൽ തന്നെ ആ നാടകത്തിൽ വരുമല്ലോ. അതിൻ്റെ എന്തൊക്കെയാണ് റോഡ് നിയമങ്ങൾ, എങ്ങനെ പോകുന്നു, അതിൻ്റെ സിഗ്നലുകൾ, കാര്യങ്ങൾ. പക്ഷേ ഈ വലിയ ഓട്ടോക്കാരനെ നിരീക്ഷിക്കുകയും ചെയ്യുമല്ലോ. മനസ്സിലായി. അപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരെ എങ്ങനെ യാത്രക്കാരനോട് പെരുമാറണം, അല്ലേ, എങ്ങനെ അതിൻ്റെ പൈസ വാങ്ങണം, അതിൻ്റെ മീറ്റർ നോക്കുന്നത് എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മൂല്യബോധം അതിനെ സംബന്ധിച്ച കാര്യം എൻ്റെ മനസ്സിൽ കിട്ടും. പിന്നീട് അവൻ ജീവിതത്തിൽ ഓട്ടോയിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരനായി ഓട്ടോ ഓടിക്കുമ്പോഴോ അങ്ങനെ അല്ലെങ്കിൽ ഏത് വാഹനം ഓടിക്കുമ്പോഴാകുമ്പോഴും കാർ ഓടിക്കുമ്പോഴാകുമ്പോഴും പറയും ഇങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ, അത് നമ്മൾ പാലിക്കണം. റെഡ് കണ്ടാൽ നിർത്തണം. റെഡ് കണ്ടാൽ വാഹനം ഇല്ലാതെ വെച്ച് ഓടിച്ചങ്ങ് പോകരുത്. ഇങ്ങനെയുള്ള ഒരു ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ എല്ലാത്തിലും എല്ലാത്തിലും കിട്ടും. അവന് ചിന്ത നമ്മൾ ഒരാളിനെ സഹായിക്കുന്നതിൽ, അല്ലേ, ഒരു സുഖമില്ലാത്ത ഒരാൾ നമ്മൾ സഹായിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും പറയും പോലെ വയസ്സായ ആളിന് വേണമെങ്കിൽ ഒരു കൈത്താങ്ങ് കൊടുക്കുന്നു. ഇതൊക്കെ കുട്ടിയുടെ മനസ്സിൽ കിട്ടും. വാഹനം ഇടിച്ചു കിടന്നാൽ അവനെ കണ്ടിട്ടൊന്ന് പോവാതെ അയാൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, ആശുപത്രിയിൽ എത്തിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട് നാടകത്തിൽ. ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യം പറയാം. ഭാഗങ്ങളുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാടകത്തിലൂടെ പറയാൻ പറ്റും. അപ്പോൾ അത് കുട്ടി അതിലേക്ക് മാറുകയാണ്. ഇതിൽ നമ്മളായാലും അങ്ങനെ ഏതും സാറും കളിക്കണം നാടകം. അധ്യാപകരും കുട്ടികളും നാടകം കളിക്കണം. അപ്പോഴാണ് ഈ രണ്ടുപേരുടെയും
ഈ സർഗ്ഗവാസന വികസിക്കണമല്ലോ. അപ്പോൾ നമ്മൾ സാറ് കുട്ടി എന്നുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ രണ്ടുകൂടെ ചേർന്ന് കളിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ. ക്ലാസ് റൂമിലും കളിക്കാമല്ലോ. അതെ, ക്ലാസ് റൂമിൽ പോലെ പല ക്ലാസ്സിലൊക്കെ അത് കാണുന്നുണ്ട്, യൂട്യൂബിലൊക്കെ മാറി മാറി വരുന്നുണ്ട്. ഈ വല്ലിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് കണ്ടല്ലോ, ടീച്ചറും കുട്ടിയായിട്ട് എന്നിട്ട് ഈ വല്ലിയിൽ നിന്ന് ചെന്ന് പൂക്കൾ പോകുന്നില്ല പറഞ്ഞു എന്നുള്ള കുട്ടി പാടുന്നു. ഒരുപാട് മാറ്റം. അപ്പോൾ ടീച്ചർ അത് അമ്മയായിട്ട് അവിടെ മാറിക്കൊണ്ട് ചെയ്യുന്നതിനൊക്കെ ഒന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് അതും പാട്ട് പാടും. അപ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ട് റീൽസ് ഇട്ടിട്ടൊക്കെയാണ്. പക്ഷേ എങ്കിലും അത് മറക്കില്ല. അതന്നെ വേറൊരു ഈ മാനസികമായി തന്നെ കുട്ടിക്ക് ഭയങ്കരമായ പ്രചോദനം, വലിയ മാറ്റം. മാത്രമല്ല ഇത് സ്റ്റേജിൽ കയറി ഞാൻ കളിച്ചു, അതാണ് പറ്റുന്നത്. സ്റ്റേജിൽ കയറി ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ടീച്ചർ അല്ലെ കുട്ടികളുടെ ഞാൻ ഇത്രയും കുട്ടികളുടെ മുമ്പിൽ ഞാൻ കളിക്കുന്നു. ഒരു ഉദാഹരണം അവിടെ പറഞ്ഞു നിർത്തും. അതായത് ഈ വിതിരയിൽ വെച്ചിട്ടാണ് അവിടെ നമ്മുടെ വിജ്ഞാനോത്സവം നടന്നപ്പോൾ അതിൽ നാടകം ഉണ്ടായിരുന്നു. ഒരു ചോദ്യം ഒരു പ്രവർത്തനം നാടകം അതിന് നമ്മൾ ചെറിയൊരു കഥ കണ്ടും കൊടുക്കുന്നു. അതിൻ്റെ നാടകമാണ്. അതായത് എനിക്ക് തോന്നുന്നത് ഏതോ ഓർമ്മയില്ല, എങ്കിലും തൊപ്പിക്കാരൻ്റെ ഒരു കഥയുണ്ടല്ലോ അല്ലേ, തൊപ്പിക്കാരനും കുരങ്ങന്മാരുമായിട്ട് തൊപ്പിയെടുത്തെറിയുമ്പോൾ അല്ലേ കുരങ്ങന്മാർ തൊപ്പിയെടുത്തുകൊണ്ട് പോകുന്ന അങ്ങനെ സംഭവം. എല്ലാം തൊപ്പി തിരിച്ചറിയല്ലേ, അങ്ങനെ അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അത്രയും പറഞ്ഞു കൊടുക്കും, കഥയുടെ ചെറിയ സംഭവം കൊടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നാടകമാക്കാൻ പറയും. അപ്പോഴാണ് നമ്മൾ കാണുന്നവന്മാർ മുകളിൽ കയറിയിരിക്കുന്നവന്മാരുണ്ട്, കുരങ്ങന്മാരായിട്ട് മാറുകയാണ്. ചിലർ കയറൊക്കെ എടുത്ത് വാല് കെട്ടി വയ്ക്കുന്നു, ഈ കുരങ്ങൻ്റെ രൂപത്തിലാവുന്നു, അത് തൂങ്ങിക്കിടക്കുന്നു. നമുക്കത് പേടിയും വരും, അഞ്ഞ് വീട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ കളിക്കുമ്പോൾ അവരതായി മാറുകയാണ്. അവർ ജീവിതത്തിൽ മറക്കില്ലല്ലോ, ഞാനിത് ഇങ്ങനത്തെ നാടകം കളിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടി അല്ല നമ്മൾ കൊടുക്കുന്നത്. കാരണം വെച്ചാൽ നാടകം കളിക്കുക മാത്രമല്ല, നാടകം ഉണ്ടാക്കി കളിക്കുക. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വേണം, പിന്നെ ഡയറക്ഷൻ വേണം. ഇവിടുത്തെ ഡയറക്ടറാവും ഞങ്ങളെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പെൺകുട്ടിയും നല്ല പറഞ്ഞു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അത് ഉച്ചയ്ക്കുള്ള ഇൻ്റർവ്യൂവിൽ അമ്മയെ വിളിക്കുകയാണ്, മൊബൈലൊക്കെ ഉണ്ടെന്ന് 2000-ലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ വിളിച്ചിട്ട് അപ്പോൾ നാടകം കളിച്ച് എൻ്റെ നാടകം നന്നായിരുന്നെന്ന് സാറ് പറഞ്ഞു. സാറെന്നെ അഭിനന്ദിച്ചു. ചിലപ്പോൾ മിക്കവാറും ഞങ്ങൾക്ക് അതിന് സമ്മാനമൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വല്ലാത്ത ഒരു, ഞാൻ അവിടെ ഇരിക്കുന്നു, അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഒരു സന്തോഷം, കാരണം ആ കുട്ടി ഇങ്ങനെ പറയണം. അപ്പോൾ അത് ജീവിതത്തിൽ മറക്കില്ല ആ പെൺകുട്ടി. ഇനി എത്ര കാലം കഴിഞ്ഞാലും ഇത് മനസ്സിൽ കിടക്കും. തിരിച്ചറിയണം, ഇത് പഠനം തന്നെ, ഇതാണ് പഠനം. ശരിക്കുള്ള പഠനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അവിടെ നിന്ന് കാണാൻ ഈ ഒരു തിരിച്ചറിവാണ് രക്ഷിതാക്കൾക്ക് വേണ്ടത്. തിരിച്ചറിവ് ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ അതിൽ നിന്നാണ് പിന്നീട് അതിൻ്റെ കഴിവുകളെല്ലാം. കാരണം അത് കുറേ കഴിയും അല്ലേ, കഴിവുകൾ പറഞ്ഞത് ഇപ്പം അപ്പോഴേ കിട്ടുമെന്ന് വെച്ചാൽ പറ്റില്ലല്ലോ. അത് വരട്ടെ, അത് ഇപ്പോഴാണെന്ന് വെച്ചാൽ അതിനൊക്കെ അതുണ്ട് സമയം, അത് വരും ക്രമേണ. പക്ഷേ എല്ലാത്തിലും അത് അതിൻ്റെ ഒരു കാണും. പരീക്ഷത്തിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ അല്ലേ വേറെ സാമൂഹിക പ്രസ്ഥാനത്തിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളൊരു മാറ്റമല്ലേ, തീർച്ചയായിട്ടും വരും. നല്ല പുരോഗമന പ്രസ്ഥാനങ്ങളാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ മാറും. അല്ലെങ്കിൽ ആ രീതിയിൽ തിരിച്ചു പോകും. അങ്ങനെയുണ്ട് അല്ലേ, അതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിൽക്കുന്ന ഇടവും അവസരങ്ങളും ഇത്തരത്തിലുള്ള ഇടങ്ങളുണ്ടാക്കി അതിന് അവസരങ്ങൾ വേണം. അവസരങ്ങൾ വെച്ചാൽ അതിനുള്ള സാഹചര്യങ്ങൾ വരും. അത് കുട്ടികൾ എന്നൊക്കെയാണ്. അത് ഒന്നുമില്ലെങ്കിലും അധ്യാപകർ വിചാരിച്ച നടക്കും, ക്ലാസ്സിലെങ്കിലും കളിപ്പിക്കാം. ക്ലാസ്സിൽ ഈ പാഠങ്ങൾ വരുന്നിട്ട് എടുത്തിട്ട് ഇത് നാടകത്തിന് പറ്റുന്നതാണോ നമുക്ക് അല്ലേ നോക്കിയിട്ട് നമുക്കിത് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. വേണമെങ്കിൽ നമുക്ക് പുറമേ നിന്ന് അവിടെ നാട്ടിലൊക്കെ നാടകം പഠിച്ചിട്ടുണ്ടാവും. അവരെ വിളിച്ച് ഇതൊന്ന് നാടകമാക്കി ഒന്ന് ശരിയാക്കുക, പിള്ളേർ കുട്ടിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടൊക്കെ സമയമുള്ളപ്പോഴൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കാം.